ഈ ലൈനിൽ നിൽക്കുന്ന ഫുള്ള് പശുക്കൾ നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ളതാണ്. അത് നല്ല ഹെവി സൈസിൽ അങ്ങനെ 8 പേരുടെ പശുക്കളാണ് എടുത്തുള്ളത്. ഇതേപോലുള്ള പശുക്കൾ ആവശ്യമുള്ളവർ എത്ര പെട്ടെന്ന് ഈ മാർക്കറ്റിലേക്ക് വരിക. എത്ര പശുക്കൾ നമുക്ക് നോക്കിയിട്ട് ആലോചന പേരെങ്ങനെയാ? മാത്യൂസ്. ആലുവയിൽ എവിടെയാണ് കറക്റ്റ് സ്ഥലം? പശുണ്ട് വീട്ടില് വേറെ 3 ഉണ്ട്. ആദ്യമായിട്ടാണോ മാർക്കറ്റിൽ വരുന്നത്? നേരത്തെ വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഇവിടുന്ന് മാർക്കറ്റിൽ നിന്ന് കൊണ്ടിട്ട്? കുഴപ്പമില്ലാതെ പശുക്കൾ എങ്ങനെ നടക്കണം? എപ്പോഴും എടുക്കണം? നമുക്ക് എന്താ മാർക്കറ്റ്? ഈറോഡ് മാർക്കറ്റിൽ നമ്മൾ ഇന്ന് വാങ്ങിയിട്ടുള്ള പശുക്കളാണെങ്കിൽ അതിന് ഫുള്ള് നിൽക്കുന്നത്. ടോട്ടൽ എത്ര പശുക്കൾ വാങ്ങിയിട്ടുണ്ട്? 25 പശുക്കൾ വാങ്ങിയിട്ടുണ്ട്. കേരളത്തിലേക്കാണോ തമിഴ്നാട്ടിലേക്കാണോ? ആലോചന പേരെങ്ങനെയാ? മാത്യൂസ്. ആലുവയിൽ എവിടെയാണ് കറക്റ്റ് സ്ഥലം? ചേട്ടൻ ഒറ്റയ്ക്കുള്ളോ? ചേട്ടൻ്റെ പേരെങ്ങനെയാ? ജോർജ്. നിങ്ങൾ ഒരുമിച്ച് ഇറങ്ങിയതല്ലേ? എത്ര പശുണ്ട്? വീട്ടില് വേറെ 3 ഉണ്ട്. ആദ്യമായിട്ടാണോ മാർക്കറ്റിൽ വരുന്നത്? നേരത്തെ വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഇവിടുന്ന് മാർക്കറ്റിൽ നിന്ന് കൊണ്ടിട്ട്? കുഴപ്പമില്ലാതെ പശുക്കളാണ്. നമ്മൾ എങ്ങനെയാണ് പശുവിടെ പാലും കാര്യങ്ങളൊക്കെ സെയിൽ ചെയ്യുന്നത്? സൊസൈറ്റി ആണോ ലോക്കൽ സെയിലാണോ? ലോക്കൽ. എത്ര രൂപ 1 ലിറ്റർ പാല് കിട്ടും? നമുക്ക് വില കിട്ടും 65 രൂപ 1 ലിറ്റർ പാലിന് കിട്ടുന്നുണ്ട്. സൊസൈറ്റി കൊടുക്കുന്നുണ്ടോ? സൊസൈറ്റി കൊടുക്കാൻ ഇല്ല. എറണാകുളം ആലുവയൊക്കെ ഉണ്ട്, ടൗൺ ഏരിയ ഉണ്ട്, തികയത്തില്ലാന്ന് തോന്നുന്നു പാലില്ല. എങ്ങനെ നമ്മൾ ഡയറക്റ്റ് കസ്റ്റമറിന്റെ കയ്യിൽ എത്തിക്കുകയാണോ? നമ്മൾ ഇവിടെ വന്ന് നമ്മൾ കസ്റ്റമറിന്റെ കയ്യിലേക്ക് എത്തിക്കുകയാണ്. നമ്മൾ ഫ്ലാറ്റുകളിലും അങ്ങനെയൊക്കെ കൊണ്ടുപോയിട്ടാണ്. അപ്പോൾ 65 രൂപ 1 ലിറ്റർ നമുക്ക് പാല് കിട്ടുന്നുണ്ട്. ഇപ്പം നിലവിൽ 3 പശുക്കളാണ്. ഇന്നിപ്പം പുതിയ കുറച്ച് പശുക്കൾ എടുക്കാണ്ട് വന്നത്. ഒരെണ്ണം എടുത്തിട്ടുണ്ട്. ഓക്കേടാ, ശരി. ശക്തിനാ ഈ കാണുന്ന പശുവൊക്കെ ഇപ്പൊ പ്രസവിച്ചു തന്നു അല്ലേ? കൂടുതലും പ്രസവിച്ചിട്ടുണ്ട്. ഈ ഒരു പശുവൊക്കെ നമുക്ക് 10 അടുപ്പിച്ച് പ്രസവിച്ച പശുക്കൾ നമ്മൾ കണ്ടു. നല്ല അടിപൊളി കുട്ടികളൊക്കെ ആയിട്ടുള്ള പശുക്കളൊക്കെയാണ്. ഇതൊക്കെ നമുക്ക് എത്ര പാല് പ്രതീക്ഷിക്കാം? നമുക്ക് എത്ര പാല് പ്രതീക്ഷിക്കാം? ഈ കാണുന്നത് 20 ലിറ്ററിന് മേലെ ഒരു ദിവസം നമുക്ക് 20 ലിറ്ററെങ്കിലും. ഇതൊക്കെ എത്ര പല്ല് പ്രായമുള്ളതാണ് ഈ പശുക്കളൊക്കെ? 4 പല്ല് പ്രായത്തിൽ നല്ല ഹെവി സൈസ് പശു. ഇത് 6 പല്ല് പ്രായത്തിൽ വരുന്ന രണ്ടാമത്തെ പശുക്കളാണ്. ഇതിപ്പോ മാർക്കറ്റിൽ പ്രസവിച്ചു. മാർക്കറ്റിൽ പ്രസവിച്ച പശുവാണ്. ഇത് പശുക്കുട്ടിയാണ്. ഇതാണോ? ഇത് പ്രസവിച്ചിരിക്കണം. ഈ പ്രസവിച്ച് 2 ദിവസം ആയിട്ടുണ്ട്. എത്ര പാല് പ്രതീക്ഷിക്കും ഇതിനൊക്കെ? 20 ലിറ്റർ മേലെ കിടക്കും. 20 ലിറ്റർ മേലെ നമുക്ക് എങ്ങനെ പ്രതീക്ഷിക്കാം? ഇതൊരു മീഡിയം ടൈപ്പിൽ അത്യാവശ്യം ബ്രീഡ് ക്വാളിറ്റി നല്ല പശുക്കും ചെറിയ പശു 20 ലിറ്റർ കുറവല്ല. 20 ലിറ്റർ എങ്കിലും കിട്ടും. പക്ഷെ കുറച്ച് ചെറിയ ടൈപ്പ് പശു ആണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള HF-ന്റെ ഒരു മീഡിയം ടൈപ്പ് പശുവാണ്. മീഡിയം സൈസ് പശുക്കളെ കിട്ടും. ഇപ്പൊ ഇത് പ്രസവിച്ച പശുവാണത്? ഇതെല്ലാം പ്രസവിച്ചതാണ്. ഇതെല്ലാം പ്രസവിച്ച പശുക്കളാണ്. ഇതെല്ലാം ഏത് സ്ഥലത്തേക്ക് പോകുന്നുണ്ട്? ഇതെല്ലാം കേരളത്തിൽ 2-3 സ്ഥലത്തേക്ക് പോകുന്ന 2-3 அப்படி போகுது. തമിഴ്നാട്ടിലേക്ക് കൊണ്ടുവന്നു അല്ലേ? എല്ലാം തമിഴ്നാട്. കേരളം തമിഴ്നാട്ടിലേക്ക് എടുത്ത പശുക്കളാണ്. ഇതൊക്കെ നല്ല അടിപൊളി മടിസെറ്റിൽ വരുന്ന പശുക്കളാണ് അല്ലേ? ഇതൊക്കെ എത്ര പാല് പ്രതീക്ഷിക്കും? ഒരു ദിവസം 20 ലിറ്റർ കുറവുള്ള കിട്ടാൻ. ഒരു ദിവസം 20 ലിറ്റർ പ്രസവിച്ചിട്ടുണ്ടോ? ഇത് പ്രസവിച്ച പശു ഒരു ദിവസമായിട്ടുണ്ട്. இது பாருங்கடா, இது பிரசவிச்சிருக்கு. இது கன்னி பிரசவம். பிரசவிச்சிട്ടുണ്ട്. ഇത് 2 പല്ലുങ്ങടാ. 2 പല്ല്. നമ്മുടെ പ്രൈസ് റേഞ്ച് ഇത് 4 പല്ല് കന്നി പ്രസവം. നമ്മുടെ പ്രൈസ് റേഞ്ച് എത്രയായിരുന്നു വാങ്ങിയ മൊത്തത്തിൽ? എല്ലാം ഒരു 80 മുതൽ 110 എല്ലാ റേഞ്ചിലും എടുത്തിരിക്കണം. 80 മുതൽ 110 എല്ലാം 20 മുതൽ 25 ലിറ്റർ. ഓക്കേ, 20 മുതൽ 25 ലിറ്റർ വരെ പ്രതീക്ഷിക്കാവുന്ന പശുക്കളാണ്. പ്രൈസ് റേഞ്ച് വരുന്നത് 80,000 മുതൽ 110 വരെയാണ് കേട്ടോ. ഇതിൽ ഫുള്ള് കാണുന്ന പശുക്കളാണ്. ഇതിപ്പോ എങ്ങനെയാണ് ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അണ്ണാ എല്ലാമേ ഇവിടെ നിന്ന് എല്ലാം ഒരുമിച്ച് പോകണ്ട. അവിടെ നിന്ന് വണ്ടിയെല്ലാം ഷെയർ பண்ணிக்கோ. നമുക്ക് 2-3 ഒക്കെ വന്ന് ഇവിടെ എടുക്കുകയാണെങ്കിൽ എല്ലാം ഉണ്ട്. ചെറിയ വണ്ടി ഉണ്ട്, വലിയ വണ്ടി ഉണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. ഇത് பாருங்க 2 പല്ല് പ്രസവിച്ചിരിക്കട്ടാ. കിലോമീറ്ററിന് എത്രയാണ് ചാർജ് വരിക? കിലോമീറ്റർക്ക് 16, 3 കയറും. അതേ 4 5 കയറും 20 വരും. ഒരു 10 12 ആകുമ്പോൾ 30 വരും കിലോമീറ്റർ. 1 സൈഡ് കിലോമീറ്റർ. ഇതെല്ലാം കന്നി പ്രസവം. ഇത് കന്നി പ്രസവം കേട്ടോ. 4 പല്ല് പ്രായത്തിലെ കന്നി പ്രസവമാണ്. ഇത് കന്നി പ്രസവം. ഇത് കന്നി പ്രസവം. ഇത് രണ്ടാമത്തെ പ്രസവം. നല്ല ഹൈറ്റ് ഉള്ള പശു, ബ്രീഡ് ക്വാളിറ്റി ഉള്ള പശുക്കളാണ്. ഇതെല്ലാം 2 പല്ല്. ഇതിന്റെ കുട്ടിയാണത് അല്ലേ? നമ്മൾ നല്ല അടിപൊളി ഒരു ബ്രീഡ് കുട്ടിയാണ്. ഇത് പറയുന്നത് ഇത് 2 പല്ല്. 2 പല്ല് നല്ല കന്നി പശുവാണ് അല്ലേ? ഇത് 2 പല്ല് കന്നി പ്രസവം. ഇത് 4 പല്ല് കേട്ടാ. 4 പല്ല് പ്രായത്തിൽ അടിപൊളി കന്നി പശുവാണ്. ഫുള്ള് മോഴ പശുക്കളാണ് കൂടുതലാണോ? കൂടുതലും മോഴ പശു. ഈ ലൈന് നോക്കിയാൽ ഫുള്ള് നല്ല അടിപൊളി ക്വാളിറ്റിയിലുള്ള പശുക്കളാണ് ഫുള്ള് എടുത്തിട്ടുള്ളത്. ഈ ലൈനിൽ നിൽക്കുന്ന ഫുള്ള് പശുക്കൾ നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ളതാണ്. അത് നല്ല ഹെവി സൈസിൽ 8 പേരുടെ പശുക്കളാണ് എടുത്തുള്ളത്. ഇതേപോലുള്ള പശുക്കൾ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് ഈ മാർക്കറ്റിലേക്ക് വരിക. എത്ര പശുക്കൾ നമുക്ക് നോക്കിയിട്ട്